ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന യൂണിറ്റിൻ്റെ പേരാണ് രസിതം. രസിതം എന്ന് വെച്ചാൽ രസിക്കുക എന്നാണ് അർത്ഥം. ഈ യൂണിറ്റിൽ നമുക്ക് 2 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയും രണ്ടാമത്തേത് ആര് പഠിപ്പിക്കും എന്ന ഒരു കഥാഭാഗവും. നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണെങ്കിൽ ബീർബൽ കഥയാണ് ആരു പഠിപ്പിക്കും എന്ന പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ജോൺ കുന്നപ്പള്ളിയുടെ തെയ് തെയ് എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്നെടുത്ത നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നമ്മുടെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം. ആലപ്പുഴയിലെ വേമ്പനാട്ട് കായലിൽ 1952 ഡിസംബർ 27-ാം തീയതി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ വള്ളംകളി മത്സരത്തിന് തുടക്കം കുറിച്ചത്. രണ്ടാമത്തെ പാഠം ആയ ആരു പഠിപ്പിക്കും എന്ന ബീർബൽ കഥ ജി മോഹനകുമാരി പരിഭാഷപ്പെടുത്തിയതാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ മന്ത്രിയായിരുന്നു പണ്ഡിതനായ ബീർബൽ. അങ്ങനെ ഈ യൂണിറ്റിലൂടെ നല്ല രസകരമായ 2 പാഠഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോവേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കണം. ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കൂ. ആരെയാണ് കാണുന്നത്? നമ്മുടെ പ്രിയങ്കരനായ ചാച്ചാജിയെ കാണുന്നു അല്ലേ? എന്നാൽ മിസ് പാഠഭാഗത്തിലേക്ക് കടക്കട്ടെ. ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല. മണി 1:45, 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതാ വരുന്നുണ്ട്. ഓ, എത്തിപ്പോയി. അകലെ കണ്ണും നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി. ഡൊറോത്തി എന്നു പേരായ ജലനൗക തരംഗ പരമ്പരകളിളക്കി വരുന്നത് കാണാറായി. ആ ബോട്ടിന് ഒരു അരയന്നപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു. ബോട്ട് മണ്ഡപത്തോട് അടുക്കാറായി. അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിനു സമീപമെത്തി. വിശിഷ്ടാതിഥി പുറത്തിറങ്ങി. ചുടീദാർ പൈജാമയും കുർത്തയും ഗാന്ധിത്തൊപ്പിയും പത്താൻ ഷൂസും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി. പണ്ഡിറ്റ് ജി കി ജയ്. അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു. ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ 63 കതിനാവെടികൾ പൊട്ടി. 63 എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു. പാഠഭാഗത്തിലെ ആദ്യത്തെ പേജാണ് നമ്മൾ വായിച്ചത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പാഠഭാഗം നന്നായി വായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം? ആൾക്കാർ ആരെയോ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് അവർ അക്ഷമരായി. വരുന്നത് കാണുന്നതേയില്ല. അവർ പ്രതീക്ഷിക്കുന്ന ആൾ വരുന്നില്ല. മണി 1:45 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ബോട്ട് വരുന്നത് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതാ വരുന്നുണ്ട്. ഓ, ഇങ്ങെത്തിപ്പോയി. അകലെ കണ്ണും നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി. ഏത് ബോട്ടിലാണ് ആ അതിഥി വരുന്നത്? ഡൊറോത്തി. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഡൊറോത്തി എന്നാണ്. ജലനൗക എന്ന് വെച്ചാൽ എന്താ? നൗക. ബോട്ടിലാണ് വരുന്നത്. തരംഗ പരമ്പരകൾ ഇളക്കി വരുന്നത് കാണാറായി. ബോട്ട് വരുമ്പോൾ വെള്ളം ആടി ഒലയില്ലേ? അതാണ്. അപ്പോൾ വെള്ളത്തിലൂടെ ബോട്ട് വരുമ്പോഴുള്ള ആ വെള്ളത്തിൻ്റെ അനക്കത്തെയാണ് തരംഗ പരമ്പരകൾ എന്ന് പറയുന്നത്. ആ ബോട്ട് അങ്ങനെ വരുമ്പോൾ അതിനെ കാണാൻ ഒരു അരയന്നപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു എന്നും പറയുന്നു. ഒരു താറാവ് വരുന്നത് പോലെ.